നൈറ്റ് ഇപ്പോൾ നമ്മൾ അധികം ചോറ് കഴിക്കാറില്ല കേട്ടോ. എപ്പോഴും ദോശയും ചപ്പാത്തിയൊക്കെയാണ്. ദോശ എന്ന് പറയുമ്പം നോർമൽ ദോശയോ ഉഴുന്ന് ദോശയോ നെയ്റോസ്റ്റോ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ തീരെ ഉണ്ടാക്കാത്തൊരു സാധനമാണ് ഗോതമ്പ് ദോശ. എനിക്കിഷ്ടമില്ലാത്തൊരു ദോശയാണ് ഈ ഗോതമ്പ് ദോശ. പക്ഷേ ഈ ചപ്പാത്തി നമ്മളെ നോർമൽ ദോശയൊക്കെ ചുട്ട എനിക്ക് മതിയേ. അതുകൊണ്ട് അന്ന് മാറ്റിപ്പിടിച്ചതാണ് ഈ ഗോതമ്പ് ദോശയിലേക്ക്. അതുപോലെ തന്നെ രണ്ടുപേർക്കും തീരെ ഇഷ്ടമില്ലാത്ത വേറൊന്നാണ് നമ്മുടെ സോൾട്ട് മാംഗോ ട്രീ, അതായത് നമ്മൾ ഉപ്മാവേ. എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം ഉപ്മാവ് വീട്ടിൽ നിർബന്ധമാണ്. അതെന്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയും അറിയില്ല. അങ്ങനെ ഇഷ്ടമില്ലാണ്ട് കഴിച്ചോളൂ നമ്മൾ രണ്ടാളും. ചുട്ടനാളെ പിന്നെ എല്ലാം പ്ലെയിൻ ആയിട്ടാണ് വേണ്ടത്. ദോശയായാലും ചോറായാലും ഒന്നിൻ്റെ കൂടിയും കറി പറ്റൂല. അപ്പോൾ ഈ ഗോതമ്പ് ദോശയിൽ കുറച്ച് ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട്, എന്തായാലും നമ്മളെ കയ്യിൽ ചോപ്പറുണ്ട്, അപ്പോൾ സംഭവം ഈസി ആണല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ചോപ്പറിലൊന്ന് അരിഞ്ഞിട്ട് ഗോതമ്പ് ദോശയിൽ ഇട്ടു. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കൽ ഞാൻ വളരെ റെയറാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറില്ല. ഇങ്ങനെ പ്ലെയിൻ മാത്രം കഴിച്ച വസുട്ടിൻ്റെ ദേഹത്ത് വല്ല അയണും പോണ്ടേ. പണ്ട് ഞാനോ കഴിച്ചില്ല. വീട്ടിൽ നിന്ന് പലപ്പോഴും പറയുമ്പോൾ ഞാൻ മൈൻഡാക്കാറില്ല. പക്ഷെ സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം ഒരുവിധം എല്ലാം മുരിങ്ങയിലയും വെജിറ്റബിൾസും അങ്ങനെ എല്ലാ ഇലക്കറിയൊക്കെ കഴിക്കാറുണ്ട്. അതും വസൂട്ടനും കൂടി കൊടുക്കണം എന്നില്ല മൈൻഡിൽ ഞാൻ ആ ഫുഡൊക്കെ ഉണ്ടാക്കും. പേഴ്സണലി ഇഷ്ടമല്ലെങ്കിലും ഞാനിപ്പോൾ അതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്ക് വസൂട്ടന് ഭയങ്കര ഫോമാണ് കേട്ടോ. ചില സമയത്ത് ഭയങ്കര ആക്റ്റീവുമാണ്. ബേബി ബേബി കളിച്ചേ. അയ്യോ, വസൂട്ടന് എല്ലാ ഡാൻസിനും ഒരു 3-4 സ്റ്റെപ്പ് മെയിൻ ഉണ്ട്. അത് വിട്ട് വസൂട്ടന് വേറെ കളിയില്ല. ഇടയ്ക്ക് നല്ല പോലെ കളിക്കും, ഇടയ്ക്ക് ഭയങ്കര മടിയാണ്. ഇന്നെന്തോ കളിച്ചില്ല, പോട്ടെ. അങ്ങനെ ദോശ ചുട്ടിട്ട് ഫസ്റ്റ് തന്നെ വസൂട്ടന് കൊടുത്തു. ആദ്യമൊക്കെ ഞാൻ വായിൽ വെച്ച് കൊടുത്തരം വേണ്ടാന്നൊക്കെ കാണിച്ചിനി. വായിൽ വെച്ച് കൊടുത്തു, പിന്നെ അത് തുപ്പൊക്കെ ചെയ്തു. ഈശ്വര തിന്നൂല എന്നൊക്കെ പേടിച്ചിനി. എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് ആ ദോശയുടെ ടേസ്റ്റ് നോക്കി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. വെജിറ്റബിൾസ് ഒക്കെ അതിൽ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ദോശ പരത്താൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ദോശ ഉണ്ടാക്കാറില്ല സത്യം പറഞ്ഞാൽ. ദോശ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് പോയിട്ട് വസൂട്ട കഴിക്കുന്നുണ്ടോ നോക്കിനി. കഴിക്കുന്നുണ്ട് കേട്ടോ. പാർക്കുന്ന 2 ദിവസം മുമ്പ് വീണിനി, അതാണ് മൂക്കിനൊരു പാട്. അപ്പോൾ ഓക്കെ ഗൈസ്.